ഇവിടെ ഒരാൾ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ ഒരു വലിയ ബാക്ക് ബോൺ അവന്റെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് എടുക്കുന്നു. അത് കണ്ടതുടനെ ജഡ്ജസ്, ഓഡിയൻസ് എന്ന് എല്ലാവരും അവന്റെ കഥ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. കാരണം കൊടുക്കപ്പെട്ട ടൈമിനുള്ളിൽ ഇത്രയും വലിയ മീറ്റ് ഹാൻഡിൽ ചെയ്യാൻ ചാൻസേ ഇല്ല എന്ന് അവർ വിചാരിക്കുന്നു. അപ്പോൾ അവർ ഗസ് ചെയ്തതുപോലെ തന്നെ മറ്റുള്ളവർ പകുതി വേല മുതിർത്തതിനു ശേഷമാണ് അവൻ ആ ബോണിൽ നിന്നുള്ള മീറ്റ് തന്നെ പിരിച്ചെടുക്കുന്നത്. എന്നാൽ ചാങ് ഒട്ടും പാനിക്കാവാതെ കാഷ്വലായിട്ട് സീസണിംഗ്സ് ഒക്കെ ആഡ് ചെയ്ത് അവന്റെ മീറ്റ് ബ്രൈസ് ചെയ്യാൻ ആരംഭിക്കുന്നു. എന്നാൽ അതേ സമയത്ത് ഒരു കണ്ടസ്റ്റന്റ് അവന്റെ ഡിഷ് തന്നെ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ അവൻ അത് ജഡ്ജസിന്റെ അടുത്ത് എടുത്തുകൊണ്ടുപോകുമ്പോഴേക്കും ഒരു ജഡ്ജിന്റെ മുഖം സഡനായിട്ട് ചേഞ്ച് ആകുന്നു. അതിനുശേഷമാണ് അറിയുന്നത് അവന്റെ കാതിൽ ഒരു ചെറിയ ഇയർപീസ് ഉണ്ട്. ആ കണ്ടസ്റ്റന്റിന്റെ ബോസ് ആ ജഡ്ജിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ കറപ്റ്റഡ് ജഡ്ജ് ആ ഡിഷിനെ അളവിലധികം പ്രൈസ് ചെയ്തതോട് മാത്രവുമല്ല മറ്റുള്ളവരെയും മാനിപ്പുലേറ്റ് ചെയ്ത് അവന് ഫുൾ മാർക്ക് കൊടുപ്പിച്ചു കളയുന്നു. എന്നാൽ അപ്പോഴാണ് ചാങ് അവന്റെ ബ്രൈസിംഗ് പ്രോസസ് തന്നെ മുതിർത്തിരിക്കുന്നത്. അതേസമയത്ത് ടൈം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കണ്ടസ്റ്റന്റ് അവന്റെ ഡിഷ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്നു. അപ്പോൾ ആ കറപ്റ്റഡ് ജഡ്ജ് ആദ്യത്തെ ആളായിട്ട് അത് കഴിച്ചു നോക്കിയിട്ട് അത് വളരെ മോശമായിട്ടുണ്ട് എന്ന് പറയുന്നു. സോ മറ്റുള്ളവരും അവനെ ഫോളോ ചെയ്യാൻ ആരംഭിച്ച് ഒടുവിൽ അവന് ലോ സ്കോർ കൊടുക്കുന്നു. അപ്പോൾ ടിവിയിൽ അത് കണ്ടുകൊണ്ടിരുന്ന ആദ്യത്തെ കണ്ടസ്റ്റന്റിന്റെ ബോസ് എല്ലാം പ്ലാൻ ചെയ്തതുപോലെ പോകുന്നുണ്ടെന്ന് ഹാപ്പിയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അതുമാത്രവുമല്ല ചാങ് പാകം ചെയ്യുന്നത് കണ്ടിട്ട് തോറ്റുപോകാൻ പോകുന്നതിന് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് എന്ന് ചാങ്ങിനെ മോക്ക് ചെയ്യുന്നു. അതേസമയത്ത് ടൈം കഴിയാൻ കുറച്ച് സമയമേ ഉള്ളൂ എന്ന നിലയിൽ അവിടെയുള്ള എല്ലാവരും അവൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ആർത്തിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചാങ് മീറ്റ് സ്ലൈസ് ചെയ്ത് ആ ബോണിൽ ഒട്ടിക്കാൻ ആരംഭിക്കുന്നു. അതിനുശേഷം പംകിൻ പേസ്റ്റ് വെച്ച് ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കുന്നു. ഇപ്പോൾ അവൻ കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതോടെ അവിടെയുള്ള എല്ലാവരും സ്റ്റൺ ആകുന്നു. അവൻ ആ ബോണും മീറ്റും വെച്ച് ഒരു ഡ്രാഗൺ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കണ്ട് ഷോക്കായ ആ ബോസ് അവന്റെ ആളുടെ അടുത്ത് എന്തെങ്കിലും കാരണം പറഞ്ഞ് അവനെ റിജക്ട് ചെയ്യാൻ പറയുന്നു. എന്നാൽ ആ കറപ്റ്റഡ് ജഡ്ജ് അവന്റെ ഡിഷ് വായിൽ വെച്ചയുടനെ മെയ് മറന്നുപോകുന്നു. സോ അവന് റിജക്ട് ചെയ്യാൻ യാതൊരു കാരണവും ഉണ്ടാകില്ല. എന്നാലും വേറെ വഴിയില്ലാതെ ലേറ്റായിട്ട് സെർവ് ചെയ്തു എന്ന് പറഞ്ഞ് അവന് ലോ സ്കോർ കൊടുക്കുന്നു. ഇതിനാൽ സെറ്റിലുണ്ടായിരുന്ന എല്ലാവരും കടുപ്പാകാൻ അവിടെയുണ്ടായിരുന്ന മറ്റൊരു ജഡ്ജ് അവന്റെ കാതിലിരുന്ന ഇയർപീസ് കണ്ടുപിടിക്കുന്നു. ഉടനെ അവൻ കൈതട്ടി വിടാൻ അവന്റെ കാതിലിരുന്ന ഇയർപീസ് താഴെ വീണ് ആ കറപ്റ്റഡ് ജഡ്ജ് കൈയും കളവുമായി എല്ലാവരുടെയും മുന്നിൽ പെട്ടുപോകുന്നു. സോ ഉടൻ തന്നെ അവനെ കോമ്പറ്റീഷനിൽ നിന്നും പുറത്താക്കുന്നു. അതിനുശേഷം ചാങ്ങിന് എല്ലാവരും ഫുൾ മാർക്ക് കൊടുക്കാൻ ഒടുവിൽ ചാങ് ആ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നു.